എനിക്ക് പറയാനുള്ളതൊന്ന് കേക്ക് മാഡം. കഴിഞ്ഞ ദിവസം നിങ്ങൾ ആ ഹിന്ദിക്കാരൻ കിഷോറിന്റെ വീട്ടിൽ വന്നില്ലേ? ഇതുവരെ നീ ആ കാര്യം വിട്ടില്ലായിരുന്നു. ഞങ്ങള് മാല വാങ്ങാനോ ഫംഗ്ഷനോ എവിടെ പോയാലും നിനക്കെന്താ കാര്യം? മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നത് നല്ലതല്ല. അയ്യോ, ഞാൻ ആരുടെയും കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി വന്നതല്ല മാഡം. നിങ്ങൾക്കറിയാത്തൊരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വന്നതാ. ഞങ്ങൾ അറിയാത്ത കാര്യോ? ആരെക്കുറിച്ചാ? നിങ്ങളുടെ വൈദേഹിയെ കുറിച്ചാ. ഓ, ഓം നമ ശിവായ. വൈദേഹിക്കും ഈ ആപ്പിൾ മാഡത്തിനും തമ്മിൽ എന്തായിരിക്കും ബന്ധം? വൈദേഹിക്കും ഇവർക്കും തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ? എന്നെ കുറിച്ച് പറയരുതെന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്താ നീ ചെയ്യുന്നേ? മാഗി, എനിക്കിന്നത് പറയണം. എന്താ നിനക്ക് പറയാനുള്ളത്? ആ ഒരു വ്യക്തി കാരണം ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുക. ഇനി അവളെ കുറിച്ച് ഒന്നും കേൾക്കണ്ട. അയ്യോ, പറയാൻ വന്നത് മുഴുവൻ കേട്ടിട്ട് സംസാരിക്കും മാഡം. നിങ്ങളുടെ വൈദേഹി ഫോൺ എടുത്ത് സംസാരിക്കും. നിങ്ങളുടെ വൈദേഹി എടുത്ത് സംസാരിക്കേ. നിന്റെ അനിയത്തിയല്ലേ വിളിക്കുന്നത്? നിനക്കൊരു സമ്മാനം തരാൻ വേണ്ടി വിളിക്കുന്നാവും. ഫോൺ കയ്യിലിരുന്ന് റിങ് ചെയ്യുന്നത് നീ കാണുന്നില്ലേ? എടുക്ക്. സംസാരിക്കുന്നോളെ. ഹലോ. ഹലോ ചേച്ചി. ചേച്ചി, ചേച്ചി. മാധുരി. ചേച്ചി. എന്നെ ആരോ ഇവിടേക്ക് പിടിച്ചോണ്ട് വന്നിരിക്ക. ചേച്ചി ഇങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ എന്നെ കൊന്നുകളയത്ര. മാധുരി, മാധുരി, നീ ഇപ്പൊ എവിടെയാന്ന് പറ. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടല്ലോ. ഓം നമ ശിവായ. ഈ ആപ്പിൾ മാഡം വലിയൊരു സംഭവമാണെന്ന് തോന്നുന്നുണ്ടല്ലോ. മാധുരി, നീ ഇപ്പൊ എവിടെയാണ് മോളെ? ആരാ നിന്നെ പിടിച്ചോണ്ട് പോയെ? ഞാനാടി, ചന്ദ്രിക. കൊട്ടാരം വീട്ടിലെ സകലരും നിന്റെ മുമ്പിലില്ലേ? ഇനി അവിടെ വെച്ച് ഒരു വാക്ക് നിന്റെ വായേന്ന് വീണ ഇവിടെ നിന്റെ അനീത്തിയുടെ തല കഴുത്തിന് മുകളിലുണ്ടാവില്ല. അരുത്, വേണ്ട. ഒന്നും ചെയ്യരുത്. മനസ്സിലായല്ലോ. നിന്റെ അനിയത്തി നിനക്ക് ജീവനോടെ വേണമെങ്കിൽ ഒരക്ഷരം മിണ്ടാതെ പോയ പോലെ തന്നെ തിരിച്ചിങ്ങോട്ട് തന്നെ പോന്നിക്ക്. ഒന്നും ചെയ്യരുത്. ഒന്നും ചെയ്യരുത്. മാഗി, ആരായിരുന്നു ഫോണില്? ഒന്നുമില്ല, ഒന്നുമില്ല. ഏയ് ഹലോ, എന്തോ പറയാൻ വന്നതല്ലേ? അതങ്ങ് പറ. ഞാൻ പിന്നെ ഒന്ന് പറയാം. മാഗി, എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് എല്ലാരെയും വിളിച്ചു കൂട്ടിയിട്ട് ഒന്നും പറയാതെ ഇറങ്ങി പോയിക്കളഞ്ഞല്ലോ അവര്. അല്ല, അവരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? എന്നിട്ട് എന്തിനിങ്ങനെ ഓടിപ്പോണം? അവർക്ക് ഇത് തന്നെയല്ലേ പണി. കുറച്ചായിട്ട് നമ്മുടെ കുടുംബകാര്യങ്ങളൊന്നും അവർക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ. കുത്തി കിഴിച്ച് ചോദിക്കാൻ വന്നതിന്റെ ഇടയിൽ അവർക്കൊരു ഫോൺ വന്നതാ. ഇവരാരെയും ഗേറ്റിനകത്തേക്ക് കയറ്റി വിട്ടത്? പുറത്ത് സെക്യൂരിറ്റിയോട് പറഞ്ഞു വെക്കണം. അവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.
അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഇവിടെ തന്നെ ഉണ്ടല്ലോ, അവളോട് പറഞ്ഞാ മതി. ആരാ എന്താ എന്നൊന്നും പ്രത്യേകം പറയുന്നില്ല, മനസ്സിലാക്കിയാ മതി. അതെ വല്യച്ചോ, ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ. എന്താ വരണേ? മനസമാധാനത്തിനെ ഇടയ്ക്കിടയ്ക്ക് പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചാ മതിയേ, എല്ലാം നന്നായി നടക്കുന്നേ. ഓം നമ ശിവായ. ഞാൻ വൈദേഹിയാണെന്ന് പറയാനാണോ മാഗി വന്നത്, അതോ മറ്റു വല്ലതും പറയാനായിരുന്നോ? ആരായിരിക്കും ഫോൺ ചെയ്തത്? എന്തിനാ ഫോൺ വന്നപ്പോ മാഗി പേടിച്ചത്?